പക്ഷേ കൊടിസുനി TP ചന്ദ്രശേഖർ വധക്കേസിൽ 11 പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് കൊടിസുനി. കൊടിസുനി കുറ്റം ഏറ്റെടുത്തതാണെന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരി ഉണ്ടെന്നറിയില്ല. 2023 കൊടിസുനിയെ വിയ്യൂർ ജയിലിൽ നിന്ന് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. CPM-ന്റെ ഭരണത്തിൽ കൊടിസുനി അവിടുത്തെ രാജാവായി വാഴുകയായിരുന്നു. ഇപ്പോൾ കൊടിസുനി ഫോൺ എടുത്ത് സഹതടവുകാരൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി ആരെയോ വിളിച്ചിരിക്കുന്നു. അതിന് പണിഷ്മെന്റ് സെല്ലിലാണിപ്പോൾ. അതാരെ വിളിച്ചതാണ് എന്നുള്ള അന്വേഷണത്തിലേക്കാണിപ്പോൾ ജയിൽ സൂപ്രണ്ട് കടന്നിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ നേതാവിനെയാണ് എന്ന സംശയങ്ങൾ ചില ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ കൊടിസുനി വിളിച്ച ആരായിരിക്കാനാണ് സാധ്യത? അല്ല, കൊടിസുനിയെ പോലെ ഒരാൾ വിളിച്ചാൽ ഫോൺ എടുത്താൽ ഒരു കേസോ ഗുലുമാലോ പ്രതിസന്ധിയോ വന്നാൽ ആദ്യം വിളിക്കാനിടയുള്ള പേര് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയാണ് വിളിക്കാൻ സാധ്യതയുള്ള പേര്. അത്രയാണല്ലോ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ. കാരണം അദ്ദേഹം ഇപ്പോൾ പിണറായി വിജയൻ്റെ അറിവോടും സമ്മതത്തോടും ഒക്കെ കൂടിയാണല്ലോ TP ചന്ദ്രശേഖരൻ കേസ് ഉണ്ടാകുന്നത്. നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ഗൂഢാലോചന കേസിൽ പോലും പിണറായി വിജയൻ വന്നിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവല്ല. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുത്തവരൊക്കെ അന്ന് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഭരണകക്ഷിയിലുണ്ട്. അപ്പോൾ വിളിച്ചിരിക്കാനിടയുള്ളത് പിണറായി വിജയനെയാണ്. കാരണം വല്ലതും നടക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വല്ലതും ഇടപെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവെങ്കിലും ആണല്ലോ ഒരു അധികാര പദവി ഉള്ളത്. മറ്റാരെയും ഇപ്പോൾ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്ന ആളുകൾ കണ്ണൂരിലുള്ളവരെ ഇപ്പോൾ എത്രത്തോളം അവിടെ കൊടിസുനിക്ക് വിശ്വാസം ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. കാരണം കണ്ണൂർക്കാരിപ്പോൾ ഒരു CPM എന്ന ഒരു പാർട്ടി കണ്ണൂരിൽ ഇപ്പോൾ ചുരുങ്ങിയത് 4 പാർട്ടിയാണ്. അവർ തമ്മിലാണ് ഇപ്പോൾ ആരെ കുരുക്കും എന്നുള്ളതാണ് പേടി. അതിനു വേണ്ടിയുള്ള മത്സരം ഇപ്പോൾ സർവൈവൽ ഫോർ ദ ഫിറ്റസ്റ്റ് എന്ന് പറയില്ലേ, അതിജീവനത്തിന് വേണ്ടിയുള്ള വലിയ മത്സരങ്ങളാണ് കണ്ണൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ ഉരുക്ക് കോട്ട, ചെങ്കോട്ട എന്നൊരു പറയില്ലേ, അത് തകർന്ന് തരിപ്പണമായിരിക്കും. അതുകൊണ്ട് കണ്ണൂർക്ക് വിളിക്കാനിടയില്ല. വിളി പോയത് തിരുവനന്തപുരത്തേക്ക് ആയിരിക്കാനാണ് സാധ്യത. ഇതിൽ അടുത്ത ചോദ്യം, കൊടിസുനിയുടെ കയ്യിൽ ഇപ്പോഴും ഫോണുണ്ട്. ഇപ്പോൾ വിളിച്ചത് ഒരു ജയിൽ പുള്ളിക്ക് ഫോൺ ചെയ്യണമെങ്കിൽ കടുത്ത നിബന്ധനകളുണ്ട്. ഫോണ് അവിടെ അനുവദനീയമായ ഫോണ്, ജയിലിലെ ഫോണേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് തന്നെ ജീവിതത്തിൽ നിശ്ചിത ഒരു സമയമുണ്ട്. ഓഫീസറുടെ മുന്നിൽ നിന്ന് ഓഫീസറല്ല, കാരണം എന്താ സംസാരിക്കുന്നതെന്ന് അവർക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഒരു കൊടിയ കുറ്റവാളിയല്ലേ. ആ കുറ്റവാളി ആരോടാണ് ബന്ധപ്പെടുന്നത്, അടുത്ത കൊലപാതകം ആസൂത്രണം ചെയ്യുകയാണെന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതിനൊക്കെ കടുത്ത നിബന്ധനകളുണ്ട്. ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ കൊടിസുനിയുടെ കയ്യിൽ 3 ഫോൺ എങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ രാജകീയമായ സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നത്, അവന് ആവശ്യമുള്ളതൊക്കെ മദ്യവും സിഗരറ്റും മയക്കുമരുന്നും എല്ലാം ലഭിച്ചുകൊണ്ടേയിരുന്നു എന്ന വാർത്ത ഉണ്ടായിരുന്നു. ഈ വിയ്യൂർ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റിയത് അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം. ഇവനെ കൊണ്ട് അവിടെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. ഒരു ജയിലിനകത്ത് ഒരു കുറ്റവാളിയെ കൊണ്ട് ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജയിലെന്ന് പറയുന്ന സംവിധാനത്തിനും ജയിലർമാർ എന്ന് പറയുന്ന ഒരു വലിയ സുരക്ഷാ സേനക്കൊന്നും ഇവനെ ഭരിക്കാൻ കഴിയുന്നില്ല എന്നല്ലേ, ഇവൻ നിലനിർത്താൻ പറ്റുന്നില്ല എന്നല്ലേ. പിന്നെ വന്ന തവനൂര് അന്ന് അറിയാലോ, മലപ്പുറത്തിന്റെ സുൽത്താൻ ആയിരുന്നു അന്ന് തവനൂരിന്റെ സുൽത്താൻ. ആ കാലവും പോയി. ഇപ്പൊ കെട്ടി ജലീലിന്റെ മണ്ഡലമാണ് തവനൂര്. കെട്ടി ജലീലിന്റെ കാലത്താണ് ഇവൻ തവനൂരിൽ വന്ന് വാഴാൻ തുടങ്ങിയത്. കെട്ടി ജലീൽ ഇപ്പൊ ഈ വിപ്ലവമൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ ഇപ്പോഴും CPM ഹല്ലേലൂയ CPM-ന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ കയറൂരി വിട്ടത് ആരാണ്? ഇപ്പോൾ തവനൂരിൽ ഈ തരത്തിലൊരാൾ വന്ന്, ഒരു കൊടിയ ക്രിമിനൽ വന്ന് അവിടുത്തെ ജയിൽ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുമ്പോൾ, ഒരു കുറ്റവാളിക്കും കിട്ടാനില്ലാത്ത സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ, സത്യത്തിൽ അതിന് മേൽനോട്ടം വഹിക്കേണ്ട ഒരാൾ കൂടിയാണല്ലോ. അവിടുന്ന് ജയിച്ച MLA-യുമാണ്, അവിടുന്ന് ജയിച്ച പോയ മന്ത്രിയുമായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ എനിക്ക് സംശയം തോന്നുന്നത്, ഒന്ന് കൊടിസുനിയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഫോണ്, മാത്രമല്ല ഇപ്പോൾ പ്രശ്നം എന്താ, കൂട്ടുകാരൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിയെന്നാ. അപ്പോൾ തവനൂർ ജയിലിലെ എല്ലാ കുറ്റവാളികളുടെ കയ്യിലും ഫോണുണ്ടോ പിടിച്ചു വാങ്ങാൻ? അതൊരു വല്ലാത്ത ചോദ്യമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇവർ സുലഭമായി ഫോൺ കൊടുക്കുകയാണോ? ഇനി ഒരു ഫോണിൽ ഒരാളെ ഒരു സമയം ഒരു ജയിൽ അധികൃതരുടെ മുമ്പിൽ വെച്ച് അല്ലേ സംസാരിക്കാൻ പാടുള്ളൂ? അങ്ങനെയാണെങ്കിൽ 2 കുറ്റവാളികൾ ഒരേ സമയത്ത് എങ്ങനെയാണ് അവിടെ പിടിച്ചു വാങ്ങാൻ വരുന്നത്? ഇത്തരം കുറേ ചോദ്യങ്ങളില്ലേ. അപ്പോൾ എന്താണ് തവനൂർ ജയിലിൽ നടക്കുന്നത്? എന്താണ് കൊടിസുനി ഉൾപ്പെടെയുള്ള കുറ്റവാളികൾ നമ്മുടെ ജയിലുകളിൽ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ? എങ്ങനെയാണത് ഇപ്പോഴും സാധിക്കുന്നത്? ആരാണ് അതിന്റെ പിന്നിൽ? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇപ്പൊ ജയിൽ മന്ത്രി ആലോചിച്ച് നോക്കുക, ആഭ്യന്തരമന്ത്രിയാണ്. കൊടിസുനിയിൽ കേസ് ഒതുക്കിയത് ആരാണ്? കൊടിസുനിക്കപ്പുറം മോഹനൻ മാഷിൽ കേസ് എത്തിയപ്പോൾ
അവിടുന്ന് അങ്ങോട്ട് കേസ് പോകാതെ വരുത്തിയതാരാണ്? അന്ന് ചെന്നിത്തലയായിരുന്നു. ആ, ഇന്നും ചെന്നിത്തലയാണ്. ഇന്നും ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്, ചെന്നിത്തല ജയിൽ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൊടിസുനിമാർക്ക് വാഴാനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും ഒരുക്കി കൊടുക്കുന്നു എന്നർത്ഥം. മാഷ, അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പ്രചരിച്ച ഒരു വീഡിയോ മാഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടാണ്. കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി. മാഷ കണ്ടു. ഹെൽമെറ്റ് പോലും വെക്കാതെ ഒരു സ്കൂട്ടർ ഓടിച്ച്, ഇത് പിന്നെ ഒരു പരിചയക്കാരന്റെ നിസ്സാര പ്രശ്നം പരിഹരിക്കാൻ പറയാൻ പോയതാണ് എന്നാണ് എന്തിനും ആകാം. കാരണം കടകംപള്ളിയെ പോലെ ഒരു രാഷ്ട്രീയക്കാരന്റെ കയ്യിരിപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്വഭാവം എന്താണെന്ന് അറിയാം, ധാർമ്മികത എന്താണെന്ന് അറിയാം, അഴിമതി എത്ര മാത്രമാണെന്നറിയാം. പാർട്ടിയിലെ ഈ കുതികാൽ വെട്ടും ശത്രു സംഹാരമൊക്കെ അദ്ദേഹം എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന CPM-നകത്ത് തന്നെ ആളുകൾ അനുഭവിച്ചതാണ്. ഇപ്പോൾ പോയതിൻ്റെ പിന്നിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ശബരിമലയാണ്. ശബരിമലയിൽ PS പ്രശാന്തിനെ പ്രതിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറ്റപത്രം അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കാൻ പോകുന്നു. പ്രശാന്തിനെ നിയമിച്ച പ്രശാന്ത് ആരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കിട്ടുന്നത് എന്തെങ്കിലും ഇങ്ങോട്ട് പോരട്ടെ എന്ന മട്ടിൽ കോൺഗ്രസിൽ നിന്ന് വന്നിട്ട് സീറ്റിന് ശ്രമിച്ചിട്ട് MLA ഒന്നും ആക്കാൻ പറ്റിയില്ല. MLA ആക്കാമെന്നായിരുന്നു അത്രേ CPM-ന്റെ വാഗ്ദാനം. അത് സാധിച്ചില്ല. പിന്നെ MLA-യേക്കാൾ വരുമാനമുള്ള ഒരു സാധനമാണല്ലോ. കാശുകാരനായി ആവാം. കാരണം ദേവസ്വം ബോർഡല്ലേ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ്. അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ഒരാൾ പ്രതിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ ഇങ്ങനെയുള്ള കോടാനകോടിയുടെ വെട്ടിപ്പ്, കാട്ടുകൊള്ള വളരെ വർഷങ്ങളായിട്ട് നടക്കുമ്പോൾ ഇത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ലല്ലോ. കാരണം SIT തീരുമാനിച്ച പ്രതിപട്ടികയിൽ ആരൊക്കെയുണ്ട്? തന്ത്രിമാർ തൊട്ട് 2 തന്ത്രിമാരുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ 2 പേരായി, പത്മകുമാറും പ്രശാന്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളില്ലേ? പോട്ടെ, ദേവസ്വം മന്ത്രി ഉണ്ടാവില്ലേ? ഇവരൊന്നും അറിയാതെ പങ്കുപറ്റാതെ നടക്കുന്ന ഒരു കുറ്റകൃത്യമാവും അത്. അപ്പോൾ പ്രശാന്തിലെത്തിയാൽ ഇനി എത്താൻ പോകുന്ന എങ്ങോട്ടാണ്? പ്രശാന്തിനെ നിയമിച്ച ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്കാണ്. പോകേണ്ടത് എവിടെയാണെന്ന് കടകംപള്ളി കൃത്യമായിട്ട് അറിയാം. കാരണം N മോഹൻ മാഷിൽ നിന്ന് പിണറായിയിലേക്ക് പോകാനുള്ള വണ്ടി തടയേണ്ടത് ആരാണ്? അന്ന് തടഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. പ്രശാന്തിൽ നിന്ന് കടകംപള്ളിയിലേക്കുള്ള വണ്ടി തടഞ്ഞു നിർത്താനും ഭാഗ്യവശാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്. രമേശിനെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞത് എന്താ? സ്കൂട്ടർ ഓടിച്ചു പോയി, ഹെൽമെറ്റ് വെക്കാൻ മറന്നുപോയി. എന്തിനാ പോയത്? ഒരു കൂട്ടുകാരൻ എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിസ്സാര പ്രശ്നം പറയാനേ കടകംപള്ളിയെ പോലെ ഒരു വലിയ നേതാവ് പോവല്ലേ. അപ്പോൾ വളരെ സംശയാസ്പദമാണ് ഇത്. ഇനിയിപ്പോൾ ഇത്തരം ബന്ധങ്ങളുണ്ടോയെന്നറിയില്ല. ഈ കടകംപള്ളിയുടെയും ഒരു രാഷ്ട്രീയ സ്വഭാവം വെച്ചിട്ട് ഇത്തരക്കാരെ ആരെങ്കിലുമൊക്കെ വല്ല കൊട്ടേഷനും ഏൽപ്പിക്കാനുണ്ടോ? അതിന് കൊടിസുനിയുമായിട്ട് വല്ല ഫോൺ സംഭാഷണം ആവശ്യമുണ്ടോ? നമുക്ക് പറയാൻ വയ്യ ആരൊക്കെയാണ്. കാരണം കണ്ണൂരിലെ കടകംപള്ളിയുടെ പാർട്ട്ണർ ആരാണെന്ന് നമുക്ക് അറിയാൻ വയ്യല്ലോ. അപ്പോൾ എന്തായാലും കടകംപള്ളി കൃത്യസമയത്ത് ചെന്നിത്തലയെ പോയി കണ്ടത് സംശയാസ്പദമാണ്. എന്തിനാണ് കണ്ടത് എന്ന് പറയേണ്ടത്, വെളിപ്പെടുത്തേണ്ടത് ശരിക്ക് ചെന്നിത്തലയാണ്. ചെന്നിത്തലയുടെ തലക്കകത്തെ ബുദ്ധി വെച്ച് അത് പറയുമെന്ന് നമുക്കിപ്പോൾ വയ്യ. പക്ഷേ അതിന് വേണമെങ്കിൽ ഈ VD സതീശൻ ഈ അപവാദങ്ങൾക്കിടയിൽ വളരെ സംശയത്തിൻ്റെ നിഴലിലാണല്ലോ ഈ സംഭവം. വെറുതെ പോയി കണ്ടതല്ലല്ലോ. എന്തിനു പോകണം? ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ ഒന്നുകിൽ നേരിട്ട് ചോദിക്കണം, ആരോട്? രമേശിനോട് നേരിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ അതെന്താണെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കണം. സതീശൻ വിചാരിച്ചാൽ സത്യം പുറത്തു വരും.